ഹായ്, എല്ലാവർക്കും 60+ ക്രേസിയിൽ സ്വാഗതം. ഇന്നത്തെ ചെറിയ വീഡിയോ മാഷ്മെല്ലോ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷണമാണ്. ഇത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി 1960 നടത്തിയ വളരെ രസകരമായ ഒരു പരീക്ഷണം. നമുക്കിത് എന്താണെന്ന് നോക്കാം. നമ്മൾ എന്തിനെ കേൾക്കുന്നുവെന്നും നോക്കുക. അവസാനം വരെ എല്ലാവരും കാണുക, കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയേക്കുക. അങ്ങനെ പരീക്ഷണത്തിന്റെ ദിവസമായി കുറെ കുട്ടികളെ ക്ഷണിച്ചു. ഈ കുട്ടികൾക്കെല്ലാം മാഷ്മെല്ലോ എന്ന് പറഞ്ഞ ഒരു മുട്ടായി, നമ്മുടെ പഞ്ഞ മുട്ടായി പോലത്തെ ഒരു മുട്ടായി. അപ്പൊ ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ, നിങ്ങൾ ഇപ്പം കഴിക്കുകയാണെങ്കിൽ ഒരു മുട്ടായി കിട്ടും, അതല്ല നിങ്ങൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ടായി കിട്ടും. എന്നിട്ട് അവരുടെ മുമ്പിൽ ഒരു ക്ലോക്കും വെച്ച്. ഇത്രയും വലിയ പരീക്ഷണം. കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടി. പലരും എണിച്ച് നടന്നു, അതിന്റെ ചുറ്റും നടന്നു നോക്കി. കുറെ പേർ ഉടനെ കഴിച്ചു, കുറെ പേർ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴിച്ചു 2 മുട്ടായി. ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി ഇവർ ഈ കുട്ടികൾ വളർന്നു വലുതാകുന്നതെന്ന് ട്രാക്ക് ചെയ്തു. ഇതിൽ നിന്നും അവർക്ക് തെളിഞ്ഞത്, ഈ 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത കുട്ടികൾ ജീവിതത്തിന്റെ പല മേഖലകളിലും വളരെ നന്നായി വിജയിച്ച വ്യക്തികളായി തീർന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? അപ്പം ഈ മാഷ്മെല്ലോ എക്സ്പെരിമെന്റ് നമ്മളെ പഠിപ്പിക്കുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരു കാര്യം സാധിക്കാൻ തപസ് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരാണ് എന്ന്. അപ്പോൾ ഉടനെ സുഖം നൽകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാതെ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിക്ക് വരുന്ന ദിവസങ്ങളിൽ നാളുകൾ മെച്ചപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഡെയിലി എക്സസൈസ്. ശരിയാണ്, കാരണം എക്സസൈസ് ഉടനെ നമുക്ക് പ്രത്യേകിച്ചൊരു സുഖവും തരുന്നില്ല. പക്ഷേ അത് ശരിയല്ല. മോർണിംഗ് വാക്ക്, ജോഗിങ്, റണ്ണിങ്, ഇതെല്ലാം നമുക്കൊരു സുഖവും നൽകും. എന്നാലും എക്സസൈസ് ചെയ്യുന്നത് ഒരു വലിയ പ്രയാസമായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അത് ഈ പരീക്ഷണത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മളൊരു തപസ് പോലെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ നാളുകൾ നമുക്ക് മെച്ചപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ശരിയാണോ? പലപ്പോഴും നമ്മൾ ഡ്രഗ്സ്, മദ്യം, സ്മോക്കിംഗ്, ഇതിന്റെയൊക്കെ അടിമകളാകാൻ ഉള്ള കാരണം ഈ താൽക്കാലികമായ സുഖത്തിന്റെ പുറകെ പോകുന്നതാണ്. അതുപോലെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയും നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം നമുക്ക് താൽക്കാലികമായ സുഖം നൽകുന്നു. അപ്പൊ നമ്മൾ ഈ താൽക്കാലികമായ സുഖത്തിന് പുറകെ പോയി നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കാതെ കുറച്ചു സമയം നമ്മുടെ നാളുകൾ മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുക. ശരിയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നാളെയും നമുക്ക് ഇതുപോലൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. നമസ്കാരം.